അപ്പോൾ MK മുന്നീർ അടക്കമുള്ള സീനിയർ നേതാക്കളുണ്ട്. എന്താണ് ലീഗിൻ്റെ ഒരു തൃപ്തികരമാണോ ചർച്ച? ചർച്ച തൃപ്തികരമാണ്. അതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകണമെങ്കിൽ പാർട്ടിയുടെ ലീഡർ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ലീഡർഷിപ്പ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ലീഡർഷിപ്പ് പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ 27-ാം തീയതി ചർച്ച ചെയ്ത് മാത്രമേ ഞങ്ങൾക്ക് എന്തും പുറത്ത് പറയാൻ പറ്റും. മുസ്ലിം ലീഗ് 3-ാം സീറ്റ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തൃപ്തികരമാണ് എന്ന് പറയുമ്പോൾ ലീഗിന് ഒരു ഉറപ്പ് ലഭിച്ചു എന്നല്ലേ? അങ്ങനെയൊന്നും ഇപ്പം നമുക്ക് ഒരു അനുമാനം വേണ്ട. ഞാൻ പറയുന്നത് മെറ്റീരിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഡീറ്റെയിലിലേക്കും നിങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ആ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മാൻഡേറ്റ് ഇപ്പം ഞങ്ങൾക്കില്ല. ആ മാൻഡേറ്റ് വരണമെങ്കിൽ അത് പാർട്ടി ലീഡർഷിപ്പ് ഇരുന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അത് അവസാന അന്തിമ വാക്ക് പറയേണ്ടത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗിൻ്റെ അണികൾ വലിയ ആവേശത്തിലാണ്, ഇല്ലെങ്കിൽ അവരെ നിരാശരാക്കുന്ന തീരുമാനമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളും ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു അന്തിമമായ മറുപടിക്ക് 2 ദിവസം കൂടി കാത്തിരിക്കുക. തൃപ്തികരമാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ തൃപ്തികരമാണെങ്കിലും ഞങ്ങൾക്ക് ഒരു മാൻഡേറ്റ് ഇല്ല. ഇത് പ്രഖ്യാപിക്കാനുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് അല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണ്ടേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ കോൺഗ്രസിന് ഇതെല്ലാം ഒരു അതിൻ്റെ മാൻഡേറ്റ് അന്തിമമായി സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലേ പറയേണ്ടത്. ഇതൊക്കെ 27-ന് ഉണ്ടാവും. അപ്പോൾ 27-ന് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ, അല്ല അതൊന്നും ഇപ്പോൾ പറയില്ല. ഓക്കെ.